ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ 9 മാസത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നല്ല കേൾസുള്ള ഹെയർ ആണെങ്കിൽ പോലും അതിന് 50% കുറഞ്ഞായിരിക്കും സെക്കൻഡ് ഡേ നമുക്ക് ഹെയർ വരുന്നത് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ കയ്യിലൊക്കെ പൊട്ടി വരുന്ന ഹെയർ ആണെങ്കിൽ പോലും നമ്മൾ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആക്കി വിടും. പിന്നെ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കിളിർത്ത് വരുന്നത്. പിന്നെ നമുക്ക് ലെങ്ത് വേണമെങ്കിൽ ലെങ്ത് കൂട്ടിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഹെയർ കൊഴിയുന്നുണ്ടെങ്കിൽ അത് ഹെയർ കൊഴിയുന്നത് പല കാരണങ്ങൾ കൊണ്ട് കൊഴിയാം. നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് കൊഴിയാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആകത്തില്ലേ, ആ സമയത്ത് ഹെയർ കൊഴിയാം. പിന്നെ ഡാൻഡ്രഫ് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയും കൊഴിയും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഹെയർ നന്നായിട്ട് കിളിർക്കാൻ വേണ്ടി ചെയ്യേണ്ടത് പ്രോട്ടീനും അതുപോലെ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ്, പിന്നെ ഹെയർ കൊഴിയുന്നതിന്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഡ്രൈനെസ്, അങ്ങനെ 3 കാര്യങ്ങൾക്ക് നല്ലതാണ് ലിക്വിഡ് പ്രോട്ടീൻ. അതുപോലെ നമ്മൾ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറിക്കിട്ടും. അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല ഡ്രൈനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഹെയർ സ്പാ ചെയ്യുക. അതല്ല മുടി നന്നായിട്ട് പെട്ടെന്ന് കിളിക്കണം, സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണുന്ന ടൈപ്പ് ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ചെയ്യാം. അതുപോലെ ലിക്വിഡ് പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് ഈ 3 ഗുണങ്ങൾ കിട്ടും. പിന്നെ ഡാൻഡ്രഫിന് പ്രത്യേകം നമുക്ക് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും. ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ശരണ്യ ഇപ്പോൾ 2ാമത്തെ തവണയാണ് വരുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഇവിടെ അന്ന് ചെയ്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനല്ലേ? അപ്പം ഹെയറിന് എന്തെങ്കിലും പ്രശ്നം ലെങ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അന്നത്തെക്കാട്ട് ലെങ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കേൾസ് കുറവായിട്ടല്ലേ വരുന്നത്? നല്ല കേൾസായിരുന്നു എനിക്ക്. നല്ല കേളി ഹെയർ ആയിരുന്നു. ഇപ്പം കേൾസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ലെങ്ത് വെച്ച് കൊഴിച്ചിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ ചെറുതായിട്ടൊരു കൊഴിച്ചിലുണ്ടായിരുന്നു. നോർമലായിട്ടുള്ളതായതുകൊണ്ട് അല്ലാതെ ഇത് ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൊഴിച്ചിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ റൂട്ട് ടച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റൂട്ട് ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കെരാറ്റിൻ രണ്ടും കൂടെ ചെയ്തിരിക്കുന്നത്. ഹെയറിന് നല്ല ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ സാറിനെ. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ രണ്ടും കൂടെ ചെയ്തുകൊണ്ടിനി എല്ലാ മാസവും പ്രോട്ടീൻ ചെയ്യണമെന്നില്ല. പിന്നെ ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കേട്ടോ നോക്കണം. ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫോ കൊഴിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് പ്രോട്ടീനോ ഹെയർ സ്പായോ ഒക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി ഹെയറിന് ഡ്രൈനെസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയാണോ? ശരി. കഴിഞ്ഞ പ്രാവശ്യം ഫേസ് കാണിച്ചിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച ഫേസ് കാണിക്കാമെന്ന്. കുഴപ്പമില്ലല്ലോ? ഇല്ല, ഹാപ്പിയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുക്കിംഗ് അനുസരിച്ചാണ് എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരമൂടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.